കുഞ്ഞുണ്ണിക്കര പാലം ഉദ്ഘാടനം. കുഞ്ഞുണ്ണിക്കര ഉളിയന്നൂർ പാലത്തിൻ്റെ ഉദ്ഘാടനം നിങ്ങളുടെ എല്ലാം സമ്മതത്തോടെ റേഡിയോ വീഡിയോ സംവിധാനം വഴി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ഒഴിവാക്കാനാകാത്ത ഔദ്യോഗിക കാര്യങ്ങളുള്ളതിനാൽ തിരുവനന്തപുരത്ത് തന്നെ നിൽക്കേണ്ടി വന്നതിനാൽ ചടങ്ങിൽ സംബന്ധിക്കാനാവാത്തതിൽ ഖേദിക്കുന്നു. പ്രശസ്തമായ ഉളിയന്നൂർ ക്ഷേത്രം ഉൾക്കൊള്ളുന്ന ഉളിയന്നൂർ കുഞ്ഞുണ്ണിക്കര ദ്വീപിലെ രൂക്ഷമായ യാത്രാക്ലേശത്തിന് പരിഹാരമാകുന്ന പാലമാണിത്. 4,28,00,000 രൂപ ചെലവിൽ നിർമ്മിച്ച ഈ പാലത്തിൻ്റെ പണി സമയബന്ധിതമായി പൂർത്തിയാക്കാൻ പ്രവർത്തിച്ച എല്ലാ പേരെയും ഞാൻ ഹാർദമായി അനുമോദിക്കുന്നു. ദ്വീപവാസികളുടെ സന്തോഷത്തിൽ ഞാനും പങ്കുചേരുന്നു. കഴിഞ്ഞ 5 വർഷമായി വലിയ വികസന മുന്നേറ്റമാണ് ഇതര ഭാഗങ്ങളിലെന്ന പോലെ ഈ മണ്ഡലത്തിലും ഉണ്ടായത്. അടിസ്ഥാന സൗകര്യ വികസന കാര്യത്തിൽ കഴിഞ്ഞ 57 മാസക്കാലത്തെ അഭൂതപൂർവമായ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു. വല്ലാർപാടം കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെൻറ്റ് ടെർമിനൽ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഊർജ്ജസ്വലമായ പരിശ്രമം കൊണ്ടാണ്. സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച കണ്ണൂർ വിമാനത്താവള പദ്ധതിയുടെ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞു. കൊച്ചി ഇൻഫോ പാർക്കിൽ പുതുതായി 1,00,000-ലേറെ തൊഴിലവസരമുള്ള 2ാം ഘട്ടത്തിന് തുടക്കം കുറിച്ചു. ജില്ലാതലത്തിൽ IT പാർക്കുകൾ ആരംഭിച്ചു. തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കിൻ്റെ 3ാം ഘട്ട വികസനത്തിനും ടെക്നോ സിറ്റി നിർമ്മാണത്തിനും തുടക്കമായി. വിഴിഞ്ഞം പദ്ധതിയുടെ ഭാഗമായി അടിസ്ഥാന സൗകര്യ വികസന പ്രവൃത്തികൾ തുടങ്ങിക്കഴിഞ്ഞു. പാലക്കാട്, തൃശ്ശൂർ, ആലപ്പുഴ, എറണാകുളം ജില്ലകൾ സമ്പൂർണ്ണ വൈദ്യുതീകൃത ജില്ലകളായി. ഈ വർഷാവസാനത്തോടെ സമ്പൂർണ്ണ വൈദ്യുതീകൃത സംസ്ഥാനമായി കേരളം മാറും. ശുദ്ധജല പദ്ധതിയുടെ കാര്യത്തിലും സമാനമായ മാറ്റമാണ് ഉണ്ടാകുന്നത്. ഇങ്ങനെ വികസന രംഗത്ത് നമുക്ക് വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞു. വികസന രംഗത്തും ക്ഷേമരംഗത്തും സംസ്ഥാന ഗവൺമെൻറ് നടപ്പിലാക്കിയ കാര്യങ്ങൾ ഞാൻ എടുത്തു പറയുന്നില്ല. സമ്പൂർണ്ണ ഭവന പദ്ധതി നടപ്പിലാക്കുന്നതും APL VPL വ്യത്യാസമില്ലാതെ എല്ലാ കുടുംബങ്ങൾക്കും 2 രൂപ നിരക്കിൽ റേഷന് നൽകാനുള്ള തീരുമാനവും സൗജന്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയും ക്ഷേമ പെൻഷൻ 400 രൂപയായി വർദ്ധിപ്പിച്ചതും അടക്കമുള്ള കാര്യങ്ങൾ ഞാൻ വിവരിക്കാതെ തന്നെ നിങ്ങൾക്കെല്ലാം അറിയാം. ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം മുഴുവൻ ആളുകളുടെയും പിന്തുണയും സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അഭിവാദനങ്ങൾ.